പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പൊ ഞാനിന്ന് ഇവിടെ ഒരു നാടൻ കോഴി ചിക്കൻ റോസ്റ്റ് ആയിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ഫുൾ വീഡിയോ നമുക്ക് കാണാം. വാ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ പറയട്ടെ, പുതുതായി നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ചാനലിലെ വീഡിയോസ് ഒക്കെ ഒന്ന് കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. അപ്പം ഇനി എന്തായാലും നമുക്ക് നാടൻ ചിക്കൻ റോസ്റ്റ് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ ഞാനിത് ഇവിടെ എൻ്റെതായ ഒരു സ്റ്റൈലിലായിട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒന്ന് മിക്സിയിലൊന്ന് അരച്ചെടുക്കണം. അത് വെള്ളം ഒഴിക്കാണ്ട് വേണം കേട്ടോ അരയ്ക്കണമെങ്കിൽ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, പിന്നെ കാശ്മീരി ചില്ലി എടുക്കുന്നവർക്ക് കാശ്മീരി ചില്ലി എടുക്കാം. ഞാനിപ്പോൾ നോർമൽ മുളകും പൊടിയായിട്ട് എടുത്തുള്ളത്. അതൊരു 3 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് വേണ്ടത് പെരിഞ്ജീരകമാണ്. പെരിഞ്ജീരകം പൊടി ഉണ്ടെങ്കിൽ പെരിഞ്ജീരക പൊടി നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. പിന്നെ നോക്കിയേ ഉപ്പ് എടുത്തിട്ടുണ്ട്, ആവശ്യത്തിനുള്ള ഉപ്പ്. അപ്പോൾ ഇത് പരട്ടി വയ്ക്കാനുള്ള ഉപ്പ് എടുത്താൽ മതിട്ടാ. നമ്മൾ കറിയിൽ വേറെ ഇടുമല്ലോ. പിന്നെ വെള്ളം ചേർക്കാണ്ട് നമ്മൾ അരച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. വലിയ ഫൈനായിട്ടൊന്നും അരയ്ക്കണ്ട കേട്ടോ, ജസ്റ്റ് ഒന്ന് പരട്ടാൻ വേണ്ടി മാത്രമുള്ളത്. ഇനി നമുക്ക് ഈ ചിക്കനിലേക്ക് നന്നായിട്ട് ഇതിനൊന്ന് പരട്ടി വെക്കാം. അപ്പോൾ പരട്ടി വെക്കുമ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ കറിവേപ്പിൻ്റെ ഇലയും മല്ലിയിലയും പുതിനയിലൊക്കെ വേണമെങ്കിൽ ചേർക്കാം. എനിക്കിപ്പോൾ ഇവിടെ പുതിനയില വലിയ താല്പര്യമില്ല, അത് കാരണമായിട്ട് ആ പുതിനയില ഇടഞ്ഞത്. എന്നിട്ട് നമുക്കിതിന് നന്നായിട്ട് പരട്ടി ഒരു 15 മിനിറ്റ് അല്ലെങ്കിൽ 20 മിനിറ്റ് നമുക്ക് അതിനോടെ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ബാക്കിയുള്ള കറിയിലേക്ക് വേണ്ട, റോസ്റ്റിലേക്ക് വേണ്ട ബാക്കിയുള്ള സാധനങ്ങളില്ലേ, സവാളയും വെളുത്തുള്ളി അല്ല തക്കാളിയൊക്കെ. അപ്പം നമുക്ക് അതിനൊന്ന് ശരിയാക്കാൻ പോകാം കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ അടികട്ടിയായിട്ടുള്ളൊരു ചട്ടി വെച്ചിട്ടുണ്ട്. അതിൽ ഞാൻ പെരിഞ്ജീരകം ഇട്ടിട്ടുണ്ട്, കറിവേപ്പിൻ്റെ ഇല നന്നായി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഫ്ലെയിം ഈ സമയത്തൊന്ന് കുറച്ച് വെച്ചോട്ടാ, അല്ലെങ്കിൽ ഇതുപോലെ ആവി പിടിക്കും. എന്നിട്ട് അതിലേക്ക് നല്ല കുനുകുന അരിഞ്ഞിട്ടുള്ള 2 സവാള കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ആ 2 സവാള നന്നായിട്ട് അതിലിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിനൊന്ന് ഇങ്ങനെ ഒന്ന് ഗോൾഡൻ കളർ വേണ്ട, എന്നാലും അത്യാവശ്യം ഒന്ന് വാടിൽ വരുന്ന വരെ നമുക്ക് അതിനൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. അപ്പോൾ അതിലേക്ക് ഇതൊക്കെ ഞാൻ വീണ്ടും കുറച്ച് പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കിപ്പോൾ എരിവ് കൂടുതലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ ഈ പച്ചമുളക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്തോട്ടാ. ഞാനിപ്പോൾ ഒരു ഭംഗിക്ക് അതൊക്കെ എടുക്കണം, കാണാൻ നല്ല ഭംഗിയല്ലേ. അപ്പോൾ ഇളക്കി വന്നപ്പോൾ ഒരെണ്ണം ചാടിപ്പോയി. അപ്പോൾ ഇത്തിരി വലിപ്പമുള്ളൊരു ചട്ടി എടുക്കാം കേട്ടോ. അപ്പോൾ നമുക്കത് അത്യാവശ്യം നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യണം, തക്കാളി ഇടണം. അപ്പോൾ ഞാൻ ഈ നേരത്തെ സവാള ഇട്ട പോലെ തന്നെ തക്കാളി ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് തക്കാളി ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ പരട്ടി വെച്ചു എന്ന് പറഞ്ഞില്ലേ, ഒരു 15 അല്ലെങ്കിൽ 20 മിനിറ്റ്. അപ്പോൾ ആ ചിക്കനെ ഞാനിവിടെ എടുത്തു കൊണ്ടുവരുന്നുണ്ട്. നിങ്ങൾക്ക് ഇത്ര വലിയ പീസ് താല്പര്യം ഇല്ലെങ്കിൽ നിങ്ങൾക്കൊന്ന് ചെറുതാക്കി എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ മുറിക്കാൻ നിന്നില്ല, അത് കാരണമാണ്. ഇനി നമുക്ക് അതിലേക്ക് വേണ്ടത് ഒരു 1/2 കപ്പോളം തൈരാണ് വേണ്ടത്. തേങ്ങാപ്പാൽ ഒഴിക്കുന്നവർക്ക് ഒഴിക്കാട്ടോ. ഞാനിപ്പോൾ ഇവിടെ തൈരാണ്, എനിക്ക് പുളി ഇഷ്ടമുള്ള കാരണം തൈരാണ് ഞാൻ ഒഴിച്ചുള്ളത്. എന്നിട്ട് ഇതിന് അത്യാവശ്യം നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. അപ്പോൾ അതിൽ മസാലയും കാര്യങ്ങളൊക്കെ ഒന്ന് ഇതാവട്ടെ. നിങ്ങൾക്കിപ്പോൾ ചിക്കൻ പരട്ടി വെക്കുന്ന ടൈമിൽ തൈര് ഒഴിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയാലും ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ കറി വെക്കുന്ന ടൈമിലാണ് ഒഴിച്ചെന്നുള്ളത്. അപ്പോൾ നമുക്ക് അതിനെ നന്നായിട്ട് പരട്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് കുരുമുളക് പൊടിയാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അത് ഞാൻ വീട്ടിൽ തന്നെ പൊടിച്ചിട്ടുള്ള കുരുമുളക് പൊടിന്. അപ്പോൾ അത്യാവശ്യം നല്ല എരിവുണ്ടാവും. അത് ഞാൻ നേരത്തെ പറഞ്ഞ പച്ചമുളക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്തോളാം. ഇനി നമുക്ക് അതിനൊന്ന് മൂടി വെച്ച് വേവിക്കാം. വെവ്വണ വരെ ചിക്കൻ വെവ്വണ വരെ മൂടി വെച്ചാൽ മതിയിട്ടാ. അത് കഴിഞ്ഞിട്ട് നമുക്കിനി തുറന്ന് വെച്ച് ഇങ്ങനെ ഇളക്കി വരട്ടി എടുത്തുകൊണ്ട് വരാം കേട്ടോ. ഞാനിപ്പോൾ അധികം വരട്ടാൻ നിന്നിട്ടില്ല. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ഗ്രേവി നമുക്ക് വേണ്ടേ. എന്നാലും ഇവിടെ നോക്കിയാൽ നാടൻ റോസ്റ്റ് നല്ല ടേസ്റ്റി ആയിട്ട് നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ടായിരുന്നു കേട്ടോ, കുരുമുളക് പൊടിയുടെയും മല്ലിയിലയുടെ ഒക്കെ വന്നപ്പോഴേ. അപ്പോൾ എല്ലാ കൂട്ടുകാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് കേട്ടോ. എന്തായാലും നമ്മുടെ വീട്ടിലൊക്കെ ചിക്കൻ മേടിക്കില്ലേ, അപ്പോൾ ജസ്റ്റ് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. അപ്പോൾ എങ്ങനെയുണ്ട് കഴിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ എന്നോട് ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നോക്കിയേ, ലാസ്റ്റ് നമ്മുടെ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. മല്ലിയില സ്കിപ്പ് ചെയ്യുന്നവർക്ക് സ്കിപ്പ് ചെയ്യാം, ചിലവർക്ക് ഇഷ്ടപ്പെടില്ല കേട്ടോ. അപ്പോൾ ഞാനിവിടെ മല്ലിയില ഇട്ട് കൊടുത്തിട്ട് മൂടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് എന്തിനേലും വെച്ച് കഴിക്കാമെന്ന് വെച്ചപ്പോൾ പുട്ടാണ് അവിടെ ഇരുന്ന് പറഞ്ഞത്, കാലത്ത് ഉണ്ടാക്കിയ പുട്ട്. അപ്പോൾ ഞാൻ കുറച്ച് പുട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ റോസ്റ്റും കൂടിയിട്ടാണ് എടുത്തുള്ളത്. അപ്പോൾ നോക്കിയാൽ റോസ്റ്റൊക്കെ നല്ലോണം ഭംഗിയായിട്ടുണ്ട്. അപ്പോൾ നോക്കിയാൽ എനിക്ക് തന്നെ ഇഷ്ടമായി, നല്ല മണം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനൊന്ന് കഴിച്ചു നോക്കട്ടെ ഇത് എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് എടുത്തിട്ടുണ്ട്. എന്താ മണമെന്ന് പറയാൻ പറ്റുമോ, സൂപ്പർ മണം കേട്ടോ. അപ്പോൾ എന്തായാലും മിസ് ചെയ്യാണ്ട് എല്ലാ കൂട്ടുകാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഓക്കെ, ടേസ്റ്റി, വെരി ടേസ്റ്റി. എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. നിങ്ങളൊന്ന് ട്രൈ ചെയ്തിട്ട് എന്നോട് ഫീഡ്ബാക്ക് പറയും. പിന്നെ ഒരു വീഡിയോ